ഇന്നലെ രാത്രി മുഴുവൻ അപ്പുറത്ത് ആ കാണുന്ന സിംഗപ്പൂരും നോക്കി, സിംഗപ്പൂരിൻ്റെ ലൈറ്റും നോക്കി ഞങ്ങളിവിടെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് നമുക്കിനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ജിമ്മിൽ പോയില്ലല്ലോ. ജിമ്മിൽ പോയിട്ട് പോകാൻ പോകുമ്പോഴത്തേക്കിന് സിംഗപ്പൂരിലേക്കുള്ള തിരക്ക് കൂടും. അപ്പോൾ നമുക്കവിടെ സിംഗപ്പൂരിങ്ങനെ നമുക്ക് കാണാം. നമ്മുടെ സിംഗപ്പൂർ എന്ന് പറയുന്നത് നമ്മുടെ ആ രാജ്യത്തേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. സിംഗപ്പൂരിൽ ബ്രോ പലതവണ വന്നിട്ടുണ്ടല്ലോ, എത്ര തവണ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് സിംഗപ്പൂർ പോകുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പതുക്കെ ഇറങ്ങാം. രാവിലെ റെസ്റ്റോറൻറ്റിൽ വന്ന് നമ്മൾ ഫുഡ് തട്ടാൻ ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഇടിയപ്പം പോലത്തെ ഒരു സാധനം, ഒരു സ്ട്രിങ് ഹോപ്പേഴ്സ് എന്ന് പറഞ്ഞ ഇടിയപ്പം തന്നെയാണ് ബേസിക്കലി. പക്ഷേ ഇതിങ്ങനെ പത്തി പോലെ ഇരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിലൊരു തേങ്ങാപ്പാലിട്ടൊരു കറി, ചിക്കൻ കറി. ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? അവിടെ ഇവിടെയും കുറച്ച് വെറൈറ്റി ഉണ്ടോ? തേങ്ങാപ്പാൽ കറി കൊള്ളാം കേട്ടോ. ചിക്കൻ കറി അതിലും അടിപൊളി. ആ പൊറോട്ട ചിക്കൻ കറി മുക്കി കഴിച്ചാൽ സൂപ്പറായിരിക്കും. പൊറോട്ടയുണ്ട് അടുത്ത സെറ്റ്. അപ്പം കഴിച്ച് കഴിഞ്ഞ് പൊറോട്ട എടുത്തുകൊണ്ട് വന്ന് പൊറോട്ട ചിക്കൻ കറിയും പരിപ്പ് കറിയും എല്ലാ കറിയും കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ കൂട്ടി അടിച്ചോണ്ടിരിക്കുക. കറി പൊറോട്ടയ്ക്ക് തന്നെ വിഷമോ, ഇതെന്തുവാണ് നീ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലാണ് പൊറോട്ട അടിക്കുന്നത്. അവസാനം കുറച്ച് വൈറ്റമിൻ സി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് റൂമിലെത്തി ചെക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ സിംഗപ്പൂർ there we are coming. അല്ലേ? പോവല്ലേ? റെഡി അല്ലേ? നിങ്ങൾ റെഡിയാണോ? ഞങ്ങൾ റെഡിയാണ്. 32 നിലയുള്ള ഈ ഹോട്ടലിൻ്റെ 31ാമത്തെ നിലയിലാണ് നമുക്ക് റൂം കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് സിംഗപ്പൂർ കണ്ടൊരു രാത്രി കിടന്നുറങ്ങാൻ പറ്റി. ഇനി ഇവിടുത്തെ 8ാമത്തെ നിലയിലാണ് ഇതിൻ്റെ റിസപ്ഷൻ ഉള്ളത്. അവിടെ പോയിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് വേറെ ലിഫ്റ്റിൽ കയറി 7ാമത്തെ നിലയിൽ പോയിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിന് 7 നില താഴേക്ക് വണ്ടി ഓടിക്കണം. ആ താഴേക്ക് 7 നില വണ്ടി ഓടിച്ച് താഴെ എത്തുമ്പോഴത്തേക്കിന് 1 കിലോമീറ്റർ തികയും. അതാണ് വ്യത്യാസം. ഇതേതാ 29 ഈ ബിൽഡിങ്ങിൻ്റെ 7ാമത്തെ നിലയാണിത്. ഈ 7ാമത്തെ നിലയുടെ മുകളിലാണ് കാർ പാർക്കിംഗ്. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് 7 നില വേണം നമ്മൾ താഴെ ഇറങ്ങാനായിട്ട്. അതായത് ഇതിൻ്റെ താഴെ ഷോപ്പിംഗ് മോളാണ് 7 നിലയുടെ മേളിൽ. ഞാൻ ഇന്നലത്തെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹോട്ടൽ. നല്ല ചൂടാട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ചൂടാണെന്നുള്ളത്. ചൂടാ വേറെ ഒന്നുമില്ല. സിംഗപ്പൂർ പോകുന്ന സമയത്ത് നമ്മൾ ഒരു SG അറൈവൽ കാർഡ് എന്ന് പറഞ്ഞൊരു അറൈവൽ കാർഡ് ഫില്ല് ചെയ്യണം നമ്മൾ ഓരോ തവണ സിംഗപ്പൂർ എൻ്റർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് അവരുടെ വെബ്സൈറ്റിൽ കൂടെ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു SG അറൈവലിൻ്റെ ഒരു സിംഗപ്പൂർ ഇമിഗ്രേഷൻ്റെ ഒരു ICI എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, മൊബൈൽ ആപ്പ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്നവരാണെങ്കിൽ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഡേറ്റ അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഫോം ഫില്ല് ചെയ്ത് റെഡിയാക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് അത് ഫില്ല് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഇമിഗ്രേഷൻ ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഫില്ല് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാനത് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ പാസ്പോർട്ടൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. നമ്മൾ പല രീതിയിൽ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ നടന്ന് ക്രോസ് ചെയ്തു നേപ്പാളിലേക്ക്, പിന്നെ ചൈനയിലേക്ക് നമ്മൾ നടന്ന് ക്രോസ് ചെയ്തു, പിന്നെ നമ്മൾ ട്രെയിനിൽ ക്രോസ് ചെയ്തു, ബസ്സിൽ ക്രോസ് ചെയ്തു, പല രീതിയിൽ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തു. നമ്മളൊരു സുഹൃത്തിൻ്റെ കാറിൽ ആദ്യമായിട്ടാണ് ഇവിടെ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ശരിക്കും നമുക്ക് പല രീതിയിൽ ബോർഡർ ഇവിടെ വീണ്ടും ക്രോസ് ചെയ്യാം. ഫെറി എടുത്ത് ക്രോസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ JB സെൻറ്ററിൽ നിന്ന് നമുക്ക് ട്രെയിൻ എടുത്തിട്ട് വുഡ്ലാൻഡ്സിലേക്ക് പോയിട്ട് ഇമിഗ്രേഷൻ ചെയ്ത് നമുക്ക് ക്രോസ് ചെയ്യാം. പിന്നെ ബസ്സിൽ യാത്ര ചെയ്ത് ഇമിഗ്രേഷൻ ചെയ്തിട്ട് ബോർഡർ ക്രോസ് ചെയ്യാം. നടന്നു പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കാറിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ ട്രാഫിക്. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ബ്ലോക്കിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. എന്തായാലും ലെറ്റ്സ് ഗോ. ഇവിടെ നിന്ന് 31 കിലോമീറ്റർ കാണിക്കുന്നത് ടോണിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് സിംഗപ്പൂരിലുള്ളത്. വെറുതെ അല്ല, നിങ്ങൾ ആഴ്ച വന്നു പോകുന്നതല്ലേ എപ്പോഴും? അത്ര ഉള്ളല്ലേ ഇവിടേക്ക്? ബോർഡർ വരെ 5 കിലോമീറ്റർ ഉള്ളൂ. വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു ഇപ്പോൾ. കാരണം 31 കിലോമീറ്റർ 50 മിനിറ്റ് കൊണ്ട് ബോർഡർ ക്രോസ് ചെയ്ത് എത്താൻ പറ്റുന്നതാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. സോ 1.5 മണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കുമായിരിക്കാം. അങ്ങനെ നമ്മളിപ്പോൾ മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോകുന്ന ആ ഒരു റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു ബോർഡർ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബോർഡർ ക്രോസിംഗ് ആണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബോർഡർ ക്രോസ് ചെയ്യുന്ന ഒരു ബോർഡറാണ് സിംഗപ്പൂർ മലേഷ്യ ബോർഡർ എന്ന് പറയുന്നത്. ഒരു ദിവസം 4.5 ലക്ഷത്തിലധികം ആളുകളാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പറയുന്നത്. 4.5 ലക്ഷം ആളുകൾ ഒരു ദിവസം 3-4 ബോർഡറുകൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നു. അത് ബസ്സിനുള്ള ട്രാക്ക്, ബസ്സിൽ വരുമ്പോഴത്തേക്കിനും അങ്ങോട്ട് പോകും. അപ്പോൾ മോട്ടോർ സൈക്കിളിന് ഈ കാണുന്ന ട്രാക്ക്, നമ്മളിപ്പോൾ കാറ് പോകുന്ന ട്രാക്ക്, നമ്മളിപ്പോൾ നേരെ മലേഷ്യയുടെ ഇമിഗ്രേഷനിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്.
നമ്മൾ വണ്ടിക്കകത്തിരുന്ന് തന്നെ നമുക്ക് ഇമിഗ്രേഷൻ ചെയ്യാം. രാവിലെ ഈ സമയം ആയതുകൊണ്ട് അങ്ങോട്ട് തിരക്കൊന്നുമില്ല, ഇങ്ങോട്ട് നല്ല തിരക്കായിരിക്കും. നടന്നൊക്കെ പോകുന്നുണ്ട്. അത് ബസ്സിൽ ഇറങ്ങി നടന്നു പോകുന്ന ആൾക്കാരല്ലേ? ബസ്സിൽ ഇറങ്ങിയിട്ട് നടന്നു പോയിട്ട് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തിട്ട് തിരിച്ച് ബസ്സിൽ വന്ന് കയറണം. ഞാൻ തിരിച്ചു പോകുമ്പോൾ അങ്ങനെയാ ചെയ്യാൻ പോകുന്നത് നമ്മള്. അടിപൊളി. ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ കൗണ്ടറുകളുണ്ട്. എനിക്കിവിടെ പുറത്തങ്ങനെ വീഡിയോ കാണിക്കുന്നില്ല ഞാൻ, കാരണം ഇമിഗ്രേഷൻ ഏരിയ അല്ലേ. പുറത്തിങ്ങനെ ഇത് വലിയൊരു എന്താ പറയുക, മഴയും വെയിലൊന്നും കൊള്ളാത്തൊരു സ്ഥലം. പുറത്ത് ധാരാളം ഇമിഗ്രേഷൻ കൗണ്ടറുകളുണ്ട്. നമുക്കിവിടെ വണ്ടിക്കകത്ത് ഇരുന്ന് നമുക്ക് ഇമിഗ്രേഷൻ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് പല ട്രാക്കുകളിൽ നമുക്ക് പോവാം. പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ മലേഷ്യയുടെ ഇമിഗ്രേഷനാണ്. ഭയങ്കര ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരിങ്ങനെ നമുക്ക് അവിടെ പറഞ്ഞു തരാനും മാറ്റി നിർത്താനും കൊണ്ടുപോകാനൊക്കെ ആൾക്കാരിങ്ങനെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിടുന്നുണ്ട്. താങ്ക് യു. പാസ്പോർട്ട് രണ്ടും അടിച്ച് കിട്ടിയിരിക്കുകയാണ്. നമ്മളെപ്പോൾ പാസ്പോർട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞ് കിട്ടിയാലും നമ്മളത് തുറന്ന് നോക്കണം. നമ്മൾ സീൽ അടിച്ചിട്ടുണ്ടോ, സ്റ്റാമ്പ് അടിച്ചിട്ടുണ്ടോ, എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത്. ഒരിക്കലും അതില്ലാതെ പോകരുത്. കാരണം നമുക്ക് നാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ അതിൻ്റെ വള്ളിയാവും. അപ്പോൾ എക്സിറ്റ് സ്റ്റാമ്പ് ഉണ്ട്, എൻട്രി സ്റ്റാമ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ സാർ. അതിനേക്കാളും മുമ്പ് നമുക്ക് പാസ്പോർട്ട് കിട്ടിയോന്ന് നോക്കണം. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അങ്ങനെ പറ്റി. എന്നിട്ട് പാസ്പോർട്ട് വാങ്ങാതെ പോയാ? 4 പേരുടെ പോയിട്ട് 3 കയ്യിലുള്ളൂ. ഒരാളുടെ മിസ്സിംഗ് ആയിരുന്നു. ഉടനെ അവിടെ ഇമിഗ്രേഷനിൽ അവര് ഇരുന്ന്, അപ്പൊ ഞങ്ങൾ എന്നിട്ട് പിന്നെ വണ്ടി റിവേഴ്സ് എടുത്ത് പിന്നെ ചോദിച്ചപ്പോ അവരതങ്ങ് തന്നു. പിന്നെ തൊട്ടാണ് മനസ്സിലായത് ആക്ച്വലി നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് പാസ്പോർട്ട് 4 എല്ലാം ഉണ്ടോ തിരിച്ചു നോക്കണം. അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നാളെ അപ്പുറത്ത് സിംഗപ്പൂർ പോകുമ്പോഴായിരിക്കും പാസ്പോർട്ട് ഇല്ല, നീ ഏതാ, നീ ആരാ, പാസ്പോർട്ട് ഇല്ല, എന്തായാലും പറയാൻ പിടിച്ചകത്തിടും. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ ആ ഒരു ഫെസിലിറ്റി. അപ്പോൾ ആ ഫെസിലിറ്റിയിൽ നിന്ന് നമ്മൾ പാലത്തെ കയറുകയാണ്. അതുകൊണ്ട് സിറ്റിയിൽ കോസ് വേ ലിങ്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര ഈസി പരിപാടിയാണ് ഇവിടെ ബോർഡർ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഈസി ബോർഡർ ക്രോസിംഗുകളിൽ ഒന്നാണ്, ലാൻഡ് ബോർഡർ ക്രോസിംഗുകളിൽ ഒന്നാണ് സിംഗപ്പൂർ മലേഷ്യ ലാൻഡ് ബോർഡർ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇത്ര തിരക്കുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്തോ ഒരു പുതിയൊരു RTS എന്നും പറഞ്ഞുകൊണ്ട് റാപ്പിഡ് കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള എന്തോ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് 2 രാജ്യങ്ങളും തമ്മിൽ. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ സിംഗപ്പൂർ മലേഷ്യ ബോർഡർ എന്ന് പറയുന്നത് ശരിക്കും ഈ കാണുന്ന സ്ട്രെയിറ്റ് ഓഫ് ജൊഹോറിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു ഇമാജിനറി ലൈനാണ് ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബോർഡർ. ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിലേക്ക് വരുന്ന വണ്ടികളാണ് ഈ കിടക്കുന്നത്. ഇവരൊക്കെ കവർ ചെയ്ത് പോകാൻ ഒരു 1-2 മണിക്കൂർ എടുക്കും ഇമിഗ്രേഷൻ കഴിഞ്ഞ് പോകാൻ അല്ലേ? അത്ര തിരക്കായിരിക്കും. തിരക്കുള്ള സമയത്ത് ബസ്സിൽ കയറി ഇമിഗ്രേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കാറും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ടൈം എടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി ഉള്ളത് നൊമാൻസ് ലാൻഡ് എന്ന് പറയുന്ന, നൊമാൻസ് ലാൻഡ് അല്ല, നൊമാൻസ് സീ എന്ന് പറയുന്ന നമ്മുടെ ഈ 2 രാജ്യങ്ങളുടെയും മധ്യഭാഗത്താണ്. അപ്പോൾ ഇവിടെ ബോർഡറിൽ കൃത്യമായിട്ട് റോഡിൽ അത് നമുക്ക് എവിടെയൊക്കെ വിസിബിൾ ആയിട്ട് കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ സിംഗപ്പൂർ ഇമിഗ്രേഷന്റെ ഭാഗത്തേക്ക് പോകാൻ പറയുമ്പോഴത്തേക്കിന് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള തിരക്കുകൾ. ബോർഡർ മാറുമ്പോൾ നമുക്കറിയാം ലാംഗ്വേജ് മാറും. മലയും മാറി ഇംഗ്ലീഷ് ആവും. ആണോ? ഇവിടെ ഇപ്പൊ മലയും. അതെ, ഇതാണെന്ന് തോന്നുന്നു ബോർഡർ. ഇത് കണ്ട മധ്യഭാഗം ആ ഒരു കണ്ട, ഇതാണ് നമ്മുടെ ബോർഡർ. നമ്മളിപ്പോ സിംഗപ്പൂരിന്റെ ലാൻഡിലേക്ക് മലയിലാണ് ബോർഡർ. ഇത് ഈ കാണുന്ന എന്തെങ്കിലും എവിടെയാണ് ബോർഡർ? നടുക്ക് ഈ ഭാഗത്തായിട്ടാണ് ബോർഡർ. ട്രെയിൻ ഇപ്പുറത്തൂടെയാണ് ട്രെയിൻ പോകുന്നത്. റെയിൽവേ ട്രാക്ക് കണ്ട നിലവിൽ ഇപ്പൊ ട്രെയിൻ പോകുന്നത് ഇപ്പുറത്തൂടെയാണ്. അവിടെ വേറൊരു പാലം പണിയുന്നുണ്ട് LRTക്ക് വേണ്ടി. LRT അല്ല, മറ്റേ എന്താ പറയാ, RTS കണക്ടിവിറ്റിക്ക് വേണ്ടി. അപ്പോൾ ഡയറക്റ്റ് ട്രെയിനുകൾ ഇനി കൂടുതലായിട്ട് ഓടും, കോലാലംപൂർ വരെയൊക്കെ ഓടും എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എക്സാക്ട്ലി ഈ ലൈൻ നമ്മളിപ്പോ കഴിഞ്ഞു. ഇതുണ്ട് ഇവിടെ, ഇത് കാണുവാണെങ്കിൽ കുറെ സൈക്ലിസ്റ്റുകൾ പോകുന്നുണ്ട്. ഇവര് സിംഗപ്പൂരിൽ നിന്ന് സൈക്കിളെ ഓട്ടി പാസ്പോർട്ടും എടുത്ത് ബോർഡർ ക്രോസ് ചെയ്ത് ഇമിഗ്രേഷൻ കഴിഞ്ഞ് മലേഷ്യ പോയിട്ട് ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോകും. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. എന്താല്ലേ, നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് സൈക്കിളെ ഓട്ടാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർ. ഇതൊക്കെ പരിപാടികളല്ലേ ഓരോ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ കാണുക. അപ്പൊ ഇനിയിപ്പോ നമ്മൾ സിംഗപ്പൂർ ഇമിഗ്രേഷന്റെ തിരക്കുകളിൽ ക്യൂവിൽ നിൽക്കുകയാണ്. ഇതുണ്ട്, ഇതൊക്കെ ഈ കോലാലംപൂരിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളായിരിക്കും അല്ലേ? കോലാലംപൂർ ടു സിംഗപ്പൂർ വണ്ടികളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ സിംഗപ്പൂരിൽ നിന്ന് കോലാലംപൂരിലേക്കും മലേഷ്യയിലേക്കും തായ്ലൻഡിലേക്കും വരെ ബസ് സർവീസുകൾ അവൈലബിൾ ആണ്. അങ്ങനെ സിംഗപ്പൂരിൽ നിന്ന് തായ്ലൻഡിലേക്കുള്ള ബസ് സർവീസിലാണ് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എക്സാക്ട്ലി ആ ഒരു സിംഗപ്പൂരിൻ്റെയും മലേഷ്യയുടെയും മധ്യഭാഗത്തായിട്ടാണ്, ആ ഒരു സ്ട്രെയിറ്റ് ഓഫ് ജൊഹോറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് അവിടെ ഒരു വലിയൊരു പാലം പണിയുന്ന കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു RTS കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള സംഭവം. അതായത് അത് കഴിയുമ്പോഴത്തേക്കിനും ട്രെയിനുകൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് റൺ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എത്ര ബൈക്കുകളും എത്ര സൈക്കിളുകളുമാണ് ഇതിലേക്ക് പോകുന്നത് നമുക്ക്. വലിയ വാഹനങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലോ ബ്രോ. ബസ് ലോറിയൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്.
ഇതൊക്കെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലേ, അതാണ് വുഡ്ലാൻഡ്സ് ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. വുഡ്ലാൻഡ്സ് ചെക്ക് പോയിന്റ് ആണ് സിംഗപ്പൂരിന്റെ ഇമിഗ്രേഷൻ ആ ഒരു ബിൽഡിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം. കാർസ് ഓൺലി, അയ്യോ മോട്ടോർ സൈക്കിൾസ് ഓൺലി എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ മോട്ടോർ സൈക്കിൾ ട്രാക്കിലാണോ? അല്ലല്ലോ, അല്ലല്ലോ. അതെ, ആണല്ലേ. അതെ, അപ്പുറത്ത് കാണുന്നതാണ് മറ്റേ വലിയ വാഹനങ്ങൾക്കുള്ള ആ ഒരു ട്രാക്ക്. കുഴപ്പമില്ല, എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇവിടെ കണ്ടില്ല, ഇവിടെ മൊത്തം മറ്റേ മുള്ളു കമ്പുവിലിയും മറ്റു സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫോറിൻ ട്രാവലേഴ്സ് മറ്റേ SG അറൈവൽ കാർഡ് ഫില്ല് ചെയ്യണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ വുഡ്ലാൻഡ്സ് ചെക്ക് പോയിന്റിന്റെ ഇതാണ് വുഡ്ലാൻഡ്സ് ചെക്ക് പോയിന്റിന്റെ ഓഫീസിന്റെ മുമ്പിൽ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ KLT UK യാത്ര അങ്ങനെ സിംഗപ്പൂരിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷൻ 7ാമത്തെ രാജ്യം സിംഗപ്പൂരിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂരിൽ കയറിയിട്ട് ഞാൻ ബാക്കി അത് കൺഫേം ചെയ്യുന്നതായിരിക്കും. മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂർ പോയി ഓരോ ആളുകൾ ജോലി ചെയ്യുന്നു, മലേഷ്യക്കാര്. നമ്മൾ ഇന്ത്യക്കാരും ബാക്കിയുള്ള ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലും മലേഷ്യയിലും പോയി ജോലി ചെയ്യുന്നു. നമ്മളെല്ലാവരും മറ്റ് രാജ്യങ്ങളിൽ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ ജോലിക്ക് പോകുന്ന ആൾക്കാർ. നോക്കി, ഇതൊക്കെ ഈ മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ജോലിക്കും മറ്റ് പല ആവശ്യങ്ങൾക്കുമായിട്ട് പോകുന്ന ബൈക്കുകളും വണ്ടികളും ഒക്കെയാണ് ഈ ഒരു ബോർഡറിൽ കിടക്കുന്നത്. നോക്ക്, ഇതെന്ത് ഡെലിവറി ബോയ്സ് ആയിരിക്കും ഇവര്? എന്താണ് അവരുടെ ബാക്കില് ഹെൽമെറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള? ഇതെല്ലാം മലേഷ്യൻ വണ്ടികളല്ലേ? യെസ്, അങ്ങനെ നമ്മുടെ കൊച്ചി ടു ലണ്ടൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. സിംഗപ്പൂർ. യെസ്, വെൽക്കം ടു സിംഗപ്പൂർ വിത്ത് ടോണി ചാൻ സിംഗപ്പൂർ. അപ്പൊ ഇന്ത്യയിൽ നിന്നും പുറപ്പെട്ട് നമ്മള് എല്ലാ ലാൻഡ് ബോർഡറുകളും ക്രോസ് ചെയ്ത്, ഇനി വിമാനം എടുക്കാതെ ഞാൻ പറയുന്നില്ല, എല്ലാ ലാൻഡ് ബോർഡറുകളും ക്രോസ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിൽ പോയി, നേപ്പാളിൽ നിന്ന് നമ്മൾ ചൈനയിൽ ടിബറ്റിൽ കയറി, ചൈനയിൽ നിന്ന് നമ്മൾ ലാവോസിൽ വന്ന്, ലാവോസിൽ നിന്ന് നമ്മൾ തായ്ലൻഡിൽ വന്ന്, തായ്ലൻഡിൽ നിന്ന് നമ്മൾ മലേഷ്യയിൽ വന്ന്, മലേഷ്യയിൽ നിന്ന് ഇപ്പം അതാ നമ്മുടെ 7ാമത്തെ രാജ്യമായിട്ടുള്ള സിംഗപ്പൂരിലേക്ക് ഇന്ത്യയിൽ നിന്ന് ലാൻഡ് ബോർഡറുകൾ മാത്രം ക്രോസ് ചെയ്ത് പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് നമ്മുടെ കൊച്ചി ടു ലണ്ടൻ യാത്ര നമ്മൾ സിംഗപ്പൂരിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഫേസ് ഇന്ന് നമ്മളിവിടെ സിംഗപ്പൂരിൽ കൊണ്ട് തീർക്കുകയാണ്. സെക്കൻഡ് ഫേസ് നാളെ തന്നെ തുടങ്ങും, അതിന് വലിയ ഗ്യാപ്പൊന്നുമില്ല. സെക്കൻഡ് ഫേസിലാണ് നമ്മുടെ മാക്സിമം രാജ്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സിംഗപ്പൂരിൽ നിന്ന് അങ്ങ് ലണ്ടൻ എത്തുന്നവരെ എനിക്ക് തോന്നുന്നു 40-45 രാജ്യങ്ങൾ കവർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ട്രിപ്പ് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ വേറെ ലെവലിലേക്ക് നമ്മൾ കടന്നിരിക്കും അല്ലേ? യെസ്. അപ്പോൾ ഫൈനലി നമ്മൾ ആ സിംഗപ്പൂരിന്റെ മണ്ണിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിട്ടില്ല, വണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇമിഗ്രേഷനില് ശരിക്കും ഉണ്ടല്ലോ, ആ IC ആപ്പ് വഴി നിങ്ങൾക്ക് നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്തൊരു QR കോഡ് എടുക്കാം. ആ QR കോഡ് അവിടെ സ്കാൻ ചെയ്താൽ മാത്രം മതി. ബേസിക്കലി പുള്ളി പാസ്പോർട്ട് പോലും സിംഗപ്പൂർ ഇമിഗ്രേഷനിൽ കൊടുത്തില്ല. ഞാനും QR കോഡ് സ്കാൻ ചെയ്തു, ഞാൻ ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഞാൻ ടൂറിസ്റ്റ് ആയതുകൊണ്ട് എന്നോട് ആ പാസ്പോർട്ട് ചോദിച്ചു. അവർ പാസ്പോർട്ട് എടുത്ത് അവർ സ്കാൻ ചെയ്തു. വേറെ ഒരു ചോദ്യവും പറച്ചിലും ഇല്ല, പാസ്പോർട്ടിൽ സ്റ്റാമ്പിങ് ഇല്ല, ഒരു കുന്തവും ഇല്ല. പാസ്പോർട്ട് ഒന്ന് സ്കാൻ ചെയ്തു, ഇമ്മീഡിയറ്റ്ലി തന്നെ താങ്ക് യു പോയിക്കോ എന്ന് പറഞ്ഞു. അതായത് അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ SG അറൈവൽ കാർഡ് ഫില്ല് ചെയ്യുന്നത്, നമ്മുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി പാസ്പോർട്ട് സ്കാൻ ചെയ്ത് അവിടെ നിന്നിട്ടല്ലേ ചെയ്തത്. ഒരു 30 സെക്കൻഡ്സ് എടുത്തില്ല QR കോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇവരുടെ അന്നേരം മുമ്പിൽ ഒരു വണ്ടി കിടക്കുന്നു, ഫോൺ എടുക്കുന്നു, ഞാൻ പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്നു, QR കോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ബേസിക്കലി അത്രേ ഉള്ളൂ. എല്ലാം വളരെ സിമ്പിൾ ആക്കിയിരിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ മറ്റേ E-ഗേറ്റ് സംവിധാനം നിലവിൽ വരികയാണ്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇമിഗ്രേഷനിൽ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻറോൾമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ട്രസ്റ്റഡ് ട്രാവലർ കാറ്റഗറിയിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം എൻട്രി ചെയ്യുമ്പോഴും എക്സിറ്റ് ചെയ്യുമ്പോഴും ഇമിഗ്രേഷനിൽ കാത്തു നിൽക്കേണ്ട, E-ഗേറ്റ് വഴി നമുക്ക് പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ഈസി ആയിട്ട് വരാം. സോ അവർ കൺട്രി ഈസ് ഓൾസോ ഡെവലപ്പിംഗ് ഫാസ്റ്റ്. കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ നമ്മൾ സിംഗപ്പൂരിൽ എത്തിയിരിക്കുകയാണ്. എത്തി ടോണി ചാൻ സിംഗപ്പൂരിന്റെ കൂടെ സിംഗപ്പൂരിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്നാ പരിപാടി? നീ നമ്മള് നേരെ വീട്ടിലോട്ട് പോകുന്നു, അവിടെ ചെന്നിട്ട് റെസ്റ്റ് ചെയ്യുന്നു. അതിനാണോ സിംഗപ്പൂർ വന്നേ? ഇല്ല, നമ്മള് ചെന്നിട്ട് നമ്മള് ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് നമുക്ക് മറ്റേ വില്ലേജിൽ പോകണ്ടേ? ആ വില്ലേജിൽ നിന്നാണോ പോണ്ടേ? വില്ലേജിൽ നിന്നാ പോണ്ടേ. നമുക്ക് കിരൺ ബ്രോനെ കാണണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ ഐറാലോ സിമ്മ് സിംഗപ്പൂരിൽ ഐറാലോ നമുക്ക് യൂസ് ചെയ്യാം. 1 GB-ക്ക് $4.5, 20 GB-ക്ക് $26 എന്നൊക്കെ പറഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഏഷ്യ സിം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഏഷ്യ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഏഷ്യൻ രാജ്യങ്ങൾ ഒരു 10-16 രാജ്യങ്ങളിൽ എനിക്ക് ഒരൊറ്റ സിം എനിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് സിമ്മ് മാറ്റിയിടേണ്ട, സിമ്മ് ടേൺ ഓഫ് ചെയ്ത് ഓണാക്കേണ്ട ഒരു പരിപാടിയും വേണ്ട. ഞാൻ സിംഗപ്പൂരാണെങ്കിലും എനിക്ക് മലേഷ്യ ആണെങ്കിലും തായ്ലൻഡ് ആണെങ്കിലും ചൈന ആണെങ്കിലും എനിക്ക് ഒരൊറ്റ സിമ്മ് കംപ്ലീറ്റ് വർക്ക് ചെയ്യും.
അപ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഐറാൽ ആപ്പ് ഇല്ലാത്തവർ VPN ഉപയോഗിച്ച് ഐറാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കിനും എൻ്റെ കൂപ്പൺ കോഡ് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് $3 നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും, എനിക്കും കിട്ടും $3. അപ്പോൾ നിങ്ങൾക്ക് $3, എനിക്ക് $3. വിൻ വിൻ സിറ്റുവേഷൻ ആണ്. $3 എന്ന് പറഞ്ഞാൽ 1,250 രൂപയായി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ആകെ $1 കൊടുത്താൽ മതി ഫസ്റ്റ് നിങ്ങളുടെ യാത്രയിൽ ഉപയോഗിക്കാനായിട്ട്. സോ ഡു ട്രൈ ദാറ്റ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മൾ സിംഗപ്പൂരിൽ കയറിയപ്പോഴത്തേക്കും നമുക്ക് നല്ല അടിപൊളി റോഡ്, നമ്മുടെ ബോർഡറിൽ നിന്നും നമ്മൾ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു ചെറിയ കുഞ്ഞു രാജ്യമാണ്. 1965 ഈ രാജ്യം നിലവിൽ വന്നത്. അതിനു മുമ്പ് ഇത് മലേഷ്യയുടെ ഭാഗമായിരുന്നു. പിന്നീട് 1965 ഇവർ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാക്കി മാറ്റിയെടുത്തതാണ്. 1965 ഉണ്ടായ വളരെ യങ് ആയിട്ടുള്ളൊരു രാജ്യമായിട്ട് പോലും സിംഗപ്പൂർ ഇപ്പോൾ വേൾഡ് പാസ്പോർട്ട് റാങ്കിങ്ങിൽ നമ്പർ 1 ആയി മാറി നിൽക്കുകയാണ്. അതായത് ഇവിടുത്തെ പാസ്പോർട്ട് ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 95%, 99% രാജ്യങ്ങളിലും വിസ ഒന്നും വേണ്ട. അപ്പോൾ ഓൾമോസ്റ്റ് 100% രാജ്യങ്ങളിലും വിസ ഒന്നും ഇല്ലാതെ ഇവർക്ക് പോകാൻ പറ്റും. അതാണ് ബെനിഫിറ്റ്, ഇവരുടെ പാസ്പോർട്ടിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് വളരെ ഈസി അല്ല. നമ്മൾ UK-ലും യൂറോപ്പിലും ഒക്കെ പോയിട്ട് 5 കൊല്ലം നിന്ന പാസ്പോർട്ട് കിട്ടുന്ന പോലെ അല്ല ഇവിടെ പാസ്പോർട്ട് കിട്ടുന്നതും PR കിട്ടുന്നതും. ഈ മനുഷ്യൻ തന്നെ നിങ്ങളിപ്പോൾ എത്ര വർഷമായി എന്ന് പറഞ്ഞാൽ 20 വർഷം 15 വർഷമായിട്ട് ഇവിടെ നിന്നിട്ട് ഇപ്പോൾ PR മാത്രമേ കിട്ടിയിട്ടുള്ളൂ, പാസ്പോർട്ട് ഇതുവരെ എടുത്തിട്ടില്ല. അത് നമ്മളൊരു ചില്ലറ പരിപാടിയാണ്. നമുക്ക് UK-ൽ യൂറോപ്പിൽ ഓസ്ട്രേലിയയൊക്കെ കിട്ടുന്ന പോലെ അത്ര ഈസി അല്ല സിംഗപ്പൂർ പാസ്പോർട്ട് കിട്ടാൻ എന്നുള്ളതാണ് വീണ്ടും അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. സിംഗപ്പൂരും ജപ്പാനും അങ്ങനെ കുറേ രാജ്യങ്ങൾ ഇങ്ങനെ വേൾഡ് റാങ്കിങ്ങിൽ ഇങ്ങനെ ടോപ്പ് പാസ്പോർട്ടുകളിൽ ടോപ്പ് ആവാനായിട്ട് ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികളും ഇവരുടെ ദീർഘവീക്ഷണങ്ങളും അവിടുത്തെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും സാമ്പത്തിക ഭദ്രതയും അങ്ങനെ തുടങ്ങി രാജ്യത്തിൻ്റെ പല പല ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻവോൾവ് ആണ്. അങ്ങനെ നമ്മൾ ഇന്ന് തോണിച്ചായൻ സിംഗപ്പൂരിൻ്റെ കൂടെയാണ് താമസം. ഇന്ന് എൻ്റെ സിംഗപ്പൂരിലെ ഹോസ്റ്റ് മിസ്റ്റർ തോണിച്ചായൻ സിംഗപ്പൂരാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ആരും ഇല്ലേ? ഹലോ, ഹൗ ആർ യു? ഇത് പിടിച്ചോ, കുറച്ച് മിഠായി. മിഠായി അല്ല, ബിസ്ക്കറ്റ്. മിഠായി ഞാൻ വാങ്ങാറില്ല. എന്തെല്ലാം വിശേഷം? സുഖം തന്നെ, സുഖമായിട്ടിരിക്കുന്നു. അമ്മ സുഖമല്ല, എന്നാലും കുഴപ്പമില്ല. എവിടെ മക്കളെ? ഞങ്ങൾ ടോണിച്ചായൻ്റെ വീട്ടിൽ വന്ന് ചായയല്ല നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഒരു സാധനം ഇത് കണ്ടോ ഈ മനുഷ്യൻ്റെയാണ് സിംഗപ്പൂർ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. അതായത് ഇൻ സെറ്റിംഗ് എ ന്യൂ സിംഗപ്പൂർ റെക്കോർഡ്, ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു ടോണി സെബാസ്റ്റ്യൻ കിഴക്കയിൽ ഫോർ ദ ലോങ്സ്റ്റ് സ്റ്റേ ഇൻ കാർ, എ ടോട്ടൽ ഓഫ് 112 മണിക്കൂർ ഫ്രം ഫെബ്രുവരി 27 ടു മാർച്ച് 3 ഇൻ എ ലാൻഡ് റോവർ ഡിഫൻഡർ. എനിക്ക് ലാൻഡ് റോവർ ഡിഫൻഡർ 110 112 മണിക്കൂർ ഈ വ്യക്തി സിംഗപ്പൂരിൽ വണ്ടിക്കകത്ത് മാത്രം ചെലവഴിച്ച് ഒരു റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ സിംഗപ്പൂർ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ആ ഒരു റെക്കോർഡാണ്. ബുക്ക് കഴിഞ്ഞ ആഴ്ച പബ്ലിഷ് ചെയ്തു. എൻ്റെ വന്ന ബുക്ക് ഞാൻ കളക്ട് ചെയ്തില്ല, മേടിക്കുന്നത്. അടിപൊളി. അപ്പോൾ അങ്ങനെ ഒരു റെക്കോർഡ് ഇദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. ആക്ച്വലി ആ സമയത്ത് തന്നെ വിളിച്ചാണ്, പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ ഏതോ ഒരു യാത്രയിലായിരുന്നു. ആക്ച്വലി ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചിരിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും, ജീവനോടെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മളെപ്പോഴും കണക്റ്റഡ് ആയിരുന്നു അല്ലേ, ഓരോ കാര്യങ്ങൾ പറഞ്ഞു. വണ്ടിക്കകത്ത് വെറുതെ ഇരിക്കും. അത് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനൽ സിംഗപ്പൂരിന്റെ ചാനലിലുണ്ട്, നിങ്ങൾ നോക്കുക. പിന്നെ നമ്മുടെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും അപ്രൂവ് ആയി. അതിന്റെയും സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇത് അനൗൺസ് ചെയ്യുന്നുണ്ട്. അടിപൊളി. അത് ഇനി പോയി കളക്ട് ചെയ്യണം, നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ കളക്ട് ചെയ്യും. യെസ്, ലോറ ഇരിപ്പുണ്ട്. ഹായ് ലോറ, ഹൗ ആർ യു? ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ലഞ്ച് ടൈമാണ്. ഹായ് പിള്ളേരൊക്കെ വലുതായി. കട്ട്ലറ്റ്, റൈത്ത, ഫ്രൈഡ് റൈസ്, ചിക്കൻ, പപ്പടം, അച്ചാറ് എല്ലാം ഉണ്ട്. എല്ലാ പിക്കിളും ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആട്ടോ. ഒരു ഫേവറേറ്റ് സാധനമാണ് ഇത്. മാസ്റ്റർ പീസ് ആണ് കട്ട്ലറ്റ്. മാസ്റ്റർ പീസ്. എനിക്ക് ഇഷ്ടമാണ് കട്ട്ലറ്റ്. നല്ല ഫുഡായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു.
ഫുഡെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മൾ എവിടെ പോകുന്നത് അറിയോ? ഇതുവരെ ആരും കാണിക്കാത്ത സിംഗപ്പൂരിൽ ഒരു സ്ഥലം കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അത് ഞാൻ അവിടെ പോയിട്ട് അത് കാണിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എന്താന്നല്ലേ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് സിംഗപ്പൂരിലെ അവസാനത്തെ ഗ്രാമത്തിൽ. അവസാനത്തെ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂർ എന്താണെന്ന് നമുക്കറിയാം. വലിയ വലിയ സ്കൈ സ്ക്രേപ്പേഴ്സും അതേപോലെ വലിയ കെട്ടിടങ്ങളും ബ്രിഡ്ജുകളും ബാക്കി ഭയങ്കര ഹൈഫൈ സെറ്റപ്പുള്ള ഒരു മോഡേൺ സിറ്റി. ആ സിറ്റിയിലെ അവസാനമായിട്ട് അവശേഷിക്കുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. കംപോങ് ലൊറോങ് ബുവാങ്കോക്ക് എന്നാണ് ആ ഒരു ഗ്രാമത്തിൻ്റെ പേര്. ആ ഗ്രാമമാണ് എൻ്റെ പുറകെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കരിമ്പും തോട്ടവും വാഴത്തോട്ടവും അലഞ്ഞിലിഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്ന കോഴികളും പിന്നെ ഇതുപോലെ പോകുന്ന ആൾക്കാരെയും പഴയ വുഡൻ വീടുകളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്കൊന്ന് പോയി കാണാം. അത് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. സിംഗപ്പൂർ എങ്ങനെയാണ് സിംഗപ്പൂർ ഉണ്ടായത്, ഏത് രീതിയിലാണ് സിംഗപ്പൂർ വളർന്നു വന്നതെന്നുള്ളത് ശരിക്കും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കരിമ്പ്, അതേപോലെ തന്നെ ചേമ്പ്, വാഴ, കപ്പ തുടങ്ങി പപ്പായ, ഇതൊക്കെ ശരിക്കും ഇതൊന്നും നമുക്ക് സിംഗപ്പൂർ കാണാൻ കിട്ടുന്നൊരു കാഴ്ചയല്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇത് ഒരിക്കലും നമുക്ക് സിംഗപ്പൂരാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെയുള്ള വീടുകളൊക്കെ ശരിക്കും ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു ചൈനീസ് വ്യാപാരിയുടെ ഒരു സ്ഥലമായിരുന്നു ഇത്. ഈ സ്ഥലത്തിന് ഇപ്പോൾ ഇവിടെ $70 മില്യൺ ഇതിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങളാണ് ഇതിന് അപ്പുറത്തും. ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ ഇപ്പോൾ ഏകദേശം 30ഓളം വീടുകൾ ഈ ഗ്രാമത്തിൽ ഇപ്പോൾ ഉണ്ടെന്നാണ് പറയാൻ സാധിക്കുന്നത്. കംപോങ് എന്ന് പറയുന്നത് വില്ലേജ് എന്നല്ലേ അർത്ഥം? യെസ്, 30ഓളം. ലൊറോങ് എന്ന് പറയുന്നത്, അതായത് കംപോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ്, ലെയിൻ ലൊറോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയിൻ. ഓക്കെ, അത് ശരി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ വീടുകൾ, തടിയുടെ വീടുകൾ, ഇരുമ്പ് ഷീറ്റും തടിയും കൊണ്ടുണ്ടാക്കിയ ഇതുപോലത്തെ വീടുകൾ ഇപ്പോഴും ഈ സിംഗപ്പൂർ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇച്ചിരിയുള്ള സ്ഥലമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലെയുള്ള പല സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് വേറെ ലെവലാണല്ലോ ഇത്. നെവർ എക്സ്പെക്റ്റഡ് ഐ ക്യാൻ സീ ഇതുപോലത്തെ ഒരു സ്ഥലം ഇൻ സിംഗപ്പൂർ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇത് നോക്കി, ഈ വീടൊക്കെ നോക്കി, ശരിക്കും ഇത് ഒരിക്കലും സിംഗപ്പൂരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതെന്താ ഇത്? ഞാൻ ഇങ്ങനെ ഒരിക്കലും സിംഗപ്പൂരിൽ ഞാനൊരു സ്ഥലം കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് ഈ വഴിയിലൂടെ നടക്കാം, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ആളുകളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്തോട് നമ്മൾ കയറി പോകാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കമ്പിവേലി മറ്റൊക്കെ കമ്പിവേലി അല്ലല്ലോ, മതിലൊക്കെ നോക്ക്, നൈസ്. എൻ്റെ ദൈവമേ, ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു നാട്ടിൻ പുറത്ത് പോകുന്നൊരു ഫീല്. അങ്ങ് ബാക്കിലൊക്കെ നമുക്ക് വലിയ വലിയ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇതുപോലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കമ്പികളും ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റൊന്നും നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റത്തില്ല. തുരുമ്പെടുത്ത് നിൽക്കുന്ന ഗേറ്റുകൾ, പിന്നെ അതുപോലെയുള്ള സംഭവങ്ങൾ, ഇതുപോലത്തെ മതിൽ, ഇത് നമുക്ക് പുതുമയുള്ള കാഴ്ചയായിരിക്കില്ല. പക്ഷേ ഇവിടെ സിംഗപ്പൂർ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇതൊക്കെ വളരെ പുതുമയേറിയ ഒരു കാഴ്ചയാണ്. പിന്നെ ഇവിടുത്തെ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് 4 ഡിജിറ്റാന്ന് പറയുന്നത് കേട്ടായിരുന്നു അല്ലേ? അങ്ങനത്തെ എന്തൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ആണോ? ആയിരിക്കും. അവിടെ ഒരു വുഡൻ വീടൊക്കെ നമുക്ക് കാണാം അതിൻ്റെ ബാക്കിൽ. അതായത് ഒന്ന് ആലോചിച്ച് നോക്ക്, സിംഗപ്പൂരിൻ്റെ എത്രാമത്തെ സെലിബ്രേഷനാണ് വരാൻ പോകുന്നത്? 59ാമത്തെ സ്വാതന്ത്ര്യ ദിന സെലിബ്രേഷനാണ് ഈ വരുന്ന ഓഗസ്റ്റ് എത്രാം തീയതി? ഓഗസ്റ്റ് 9 ഇവിടെ നടക്കാൻ പോകുന്നത്. 59 വർഷത്തിനിടയ്ക്ക് നമ്മൾ, അതായത് പണ്ട് സിംഗപ്പൂർ ഉണ്ടായപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത് എൻറ്റയർലി. ആ ഒരു സിംഗപ്പൂർ ഈ കഴിഞ്ഞ 59 വർഷത്തിനിടയ്ക്ക് എത്രത്തോളം മാറി, എത്രത്തോളം വളർന്ന് വലുതായി എന്നുള്ളത് ശരിക്കും നമുക്ക് ഈ ഒരു ഗ്രാമം കാണിച്ചു തരും. ഇവിടെ ഇതുപോലൊരു സ്ഥലം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഇതുപോലത്തെ ഒരു സ്ഥലം ഇവിടെ സിംഗപ്പൂരിലില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതാണ് സിംഗപ്പൂരിൻ്റെ മാറ്റം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗപ്പൂരിൻ്റെ ഭരണാധികാരികളും ഇവിടുത്തെ ആളുകളും എല്ലാവരും കൂടെ വിചാരിച്ച് മെച്ചപ്പെടുത്തിയെടുത്ത ആ ഒരു വളർച്ചയാണ് ഈ ഒരു രാജ്യം ശരിക്കും നമ്മുടെ മുന്നിൽ വലിയൊരു അത്ഭുതമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. ലോകത്തിലെ വൺ ഓഫ് ദ എക്സ്പെൻസീവ് കൺട്രികളിലൊന്ന്, ഏഷ്യയിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രി. ഏഷ്യയിൽ സിംഗപ്പൂരും ഹോങ്കോങ്ങുമാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത്. ഇവിടെ വെറുതെ ഒരു ഭക്ഷണം കഴിക്കാതെ ജീവിക്കണമെങ്കിൽ തന്നെ $10 വേണമെന്ന് ഒരു ദിവസം വേണമെന്നാണ് പറയുന്നത്. അല്ലാതെ ഇലക്ട്രിക് പോസ്റ്റ് അതേ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഒന്നും കാണാൻ പറ്റില്ല. അതാണ് ഞാനും പറഞ്ഞത്. കരിമ്പും കപ്പയും പിന്നെ ആ ഒരു സംഭവങ്ങളും ഒക്കെ ആയിട്ട് ശരിക്കും ഇത് ഭയങ്കരമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സ്ഥലം
സിംഗപ്പൂരിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതേ അല്ല എന്നുള്ളതാണ്. എനിക്കിവിടെ വന്നപ്പോൾ ഞാനത് കണ്ടപ്പോഴത്തേക്കിനും ശരിക്കും അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിപ്പോയി. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് എത്രത്തോളം വൗ ഫാക്ടർ ഉളവാക്കും എന്ന് എനിക്കറിയില്ല. ഒരിക്കലെങ്കിലും സിംഗപ്പൂരിൽ വന്ന ഒരാൾക്ക് ഇത് ഒരു വൗ ഫാക്ടറായിട്ട് തന്നെ തോന്നും, അല്ലെ സിംഗപ്പൂരിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു വൗ ഫാക്ടറായിട്ട് തന്നെ തോന്നും. കാരണം ഇങ്ങനെയുള്ള സ്ഥലം നിങ്ങൾക്ക് സിംഗപ്പൂരിൽ കാണാൻ പറ്റില്ല. നമ്മൾ ഏതൊരു രാജ്യം എടുത്ത് നോക്കിയാൽ ആ രാജ്യത്തിൽ നമുക്ക് ചേരി പ്രദേശങ്ങളും, ഏതൊരു നഗരം എടുത്താലും ചേരി പ്രദേശങ്ങളും അതേപോലെ ആധുനികമായിട്ടുള്ള സ്ഥലങ്ങളും കാണാൻ പറ്റും. പക്ഷേ സിംഗപ്പൂർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. ഇത് ഡെവലപ്മെൻറ്റ് ഇല്ല എന്നല്ല പറയുന്നത്, ഇത് ഇവരുടെ ഒരു ചരിത്രമായിട്ട് ഇവരിങ്ങനെ വെച്ചിരിക്കുകയായിരിക്കാം. മേ ബി ഭാവിയിൽ അത് മാറ്റുമായിരിക്കാം. എന്തായാലും ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് സിംഗപ്പൂരിൽ ഇലക്ട്രിക് പോസ്റ്റ് ഇല്ലെന്നാണോ പറയുന്നത്? ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് ആണ്, വാട്ടർ എല്ലാ സപ്ലൈ അണ്ടർഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ മാത്രം സിംഗപ്പൂരിൽ ഇലക്ട്രിക് പോസ്റ്റ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സിംഗപ്പൂരിൽ ഇലക്ട്രിക് പോസ്റ്റ് കാണണമെങ്കിൽ ഈ വില്ലേജിൽ വന്നാൽ മതി കേട്ടോ. അല്ല, നമ്മളിത് വെച്ചാൽ സിംഗപ്പൂർ ഇങ്ങനത്തെ ഒരു ചെറിയൊരു രാജ്യം, ഇപ്പം സുഹിത്ത് പറഞ്ഞ പോലെ ഈ ഒരു ചെറിയ സ്ഥലത്തു നിന്നാണ് സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം ഉണ്ടായത്. എവറിത്തിങ് ഈസ് പോസിബിൾ. അതാണ് നമ്മുടെ ഈ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞങ്ങളത് തിരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ബോർഡ്, നോ പാർക്കിംഗ് നോ വെയിറ്റിംഗ്, $1000 ഫൈൻ. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നോ പാർക്കിംഗ് നോ വെയിറ്റിംഗ്. വിട്ടോ വെറുതെ ഫൈൻ വാങ്ങണ്ട. അത് കോമഡി വേറെ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇമിഗ്രേഷനിൽ ഞങ്ങൾ അവിടെ നിൽക്കാൻ നേരം അവിടെ ആ ബാരിയറില്ലേ, ആ ബാരിയറിൽ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് നോ വെയ്പ്സ് അലൗഡ്. അതായത് ഈ വെയ്പ്പ് ഉണ്ടല്ലോ, ഈ സിഗരറ്റിന് പകരം ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ വെയ്പ്പ് എന്ന് പറയുന്നത്, അത് മലേഷ്യയിൽ ലീഗലാണ്, ഇവിടെ ലീഗലല്ല. നോ വെയ്പ്സ് അലൗഡ്. വെയ്പ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ $10,000 ഫൈൻ. $10,000 പറഞ്ഞാൽ നമ്മുടെ 6 ലക്ഷം രൂപയായി. 6 ലക്ഷം ഇന്ത്യൻ രൂപയായി $10,000 എന്ന് പറഞ്ഞാൽ അടിക്കുന്ന പറഞ്ഞാൽ അടുപ്പിച്ചിരിക്കും. അതായത് അത് നമ്മുടെ അവിടെ ഇപ്പോഴും ഞാൻ ഓർക്കുന്ന വണ്ടി ഓവർ സ്പീഡിന്റെ ചെല്ലാൻ 500 രൂപ 1500 കൂട്ടിയപ്പോഴത്തേക്കിനും സർക്കാരിനെ തെരുവിളിച്ച ആൾക്കാരാണ് നമ്മൾ. 1500 ആക്കേണ്ടത് 15,000 ആക്കണം, എന്നാലേ നമ്മളൊക്കെ നിയമം പഠിക്കുകയുള്ളൂ. ശരിക്കും ഫൈൻ എമൗണ്ട് ദുബായിലും ഗൾഫ് രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ഫൈൻ എമൗണ്ട് കൂടുതലാണ്. ഫൈൻ എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ശരിക്കും നിയമം പഠിക്കും, നമ്മളൊക്കെ നിയമം അനുസരിക്കുകയും ചെയ്യും. അത് ചെറിയ പൈസയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പലതും ഒഴിവാക്കി വിടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. നമ്മളൊക്കെ എന്ത് ഫൈന്, ഒന്ന് റോഡിൽ തുപ്പി എത്ര $ആയിരിക്കും ഒരു ഫൈൻ വാങ്ങിക്കുന്നല്ലേ. പക്ഷേ നമ്മളാ വില്ലേജാണ് കേട്ടോ, ഈ ഏരിയ കംപ്ലീറ്റ് വില്ലേജ്. ഇത് മൊത്തം വില്ലേജ് സ്ഥലമാണല്ലോ. ഇത് മൊത്തം ആ വില്ലേജിന്റെ സ്ഥലമാണ്. ഓ അടിപൊളി. നമുക്ക് ഇപ്പുറത്തും ഇവിടെ എല്ലാം പഴയ വീടുകളും മറ്റൊക്കെ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അതാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഗവൺമെന്റ് ഫ്ലാറ്റുകളാണോ, ഗവൺമെന്റ് നിർമ്മിച്ചു കൊടുക്കുന്ന ഫ്ലാറ്റുകളാണോ? എന്ത് അടിപൊളിയല്ലേ, എന്ത് സെറ്റപ്പ് അല്ലേ, എന്ത് ക്വാളിറ്റിയിലല്ലേ ചെയ്യുന്നത്. ഗവൺമെന്റ് നിർമ്മിച്ച് സെല്ല് ചെയ്യും, അങ്ങനെയാണോ? ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഗവൺമെന്റ് ആണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതെല്ലാം? എന്തൊക്കെ പരിപാടികളല്ലേ. നമ്മുടെ ഹൗസിംഗ് ബോർഡ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ വലിയ വലിയ ഫ്ലാറ്റുകളും അതേപോലെ തന്നെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി, അതും എല്ലാം നല്ല വൃത്തിക്ക്. പഴയ പെയിന്റ് അടിച്ച ബിൽഡിംഗ് ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. എല്ലാം നല്ല പുത്തൻ ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്ത് നല്ല വൃത്തിക്ക് ആ ഒരു നഗര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ, നഗര പരിപാലനം കീപ്പ് ചെയ്യുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതിപ്പോൾ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? എങ്ങോട്ടാണ് ആ സംഭവം ഞാൻ കണ്ടത്? നമ്മളേതൊരു സ്ഥലം നോക്കിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് ഏതൊരു അപ്പാർട്ട്മെന്റ് ആണല്ലോ, അപ്പാർട്ട്മെന്റിനകത്തേക്കാണല്ലോ കയറുന്നത്. ഞാനൊരു BMW ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോഴത്തേക്കിനും ഇവിടെ അതേപോലത്തെ വേറൊരു കളറിലെ പുതിയൊരു BMW. അത് ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന പൈലറ്റാണ്. പൈലറ്റ്, ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഹൗ ആർ യു? സുഖം തന്നെ. ഒരു വെൽക്കം ടു സിംഗപ്പൂരൊക്കെ പറ. ഒന്നുമില്ല, കഷ്ടപ്പെട്ട് വന്നതല്ലേ. നിങ്ങൾ നടന്നും ബസ്സും ഒക്കെ എടുത്തല്ലേ നിങ്ങളെ. അൺബിലീവബിൾ മാൻ. ആദ്യമായിട്ട് ഞാൻ ഒരാളെ ഇങ്ങനെ നേരിട്ടറിയാവുന്ന. കൺഗ്രാജുലേഷൻസ് ഫോർ ന്യൂ വണ്ടി. കൺഗ്രാജുലേഷൻസ് ഫോർ ബിക്കമിങ് എ ഫാദർ അഗൈൻ. സെക്കൻഡ് ഫാദർ അല്ലല്ലോ ദൈവമേ, പണിമാളി. അതല്ല ഞാൻ വീണ്ടും അച്ഛനായി എന്നാണ് ഉദ്ദേശിച്ചത്. രണ്ടാമത് വീണ്ടും അച്ഛനായി എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പാർക്ക് ചെയ്യുക. ഇനി നമുക്ക് എവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്യാം. സിംഗപ്പൂരിൽ BMW കളികളാണല്ലോ ഫുള്ള്. വെള്ള ഇത് രണ്ട് സെയിം മോഡലല്ലേ, പക്ഷേ കളർ കൊള്ളാട്ടോ, വെറൈറ്റി കളറാട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്ന് ഒരു ചായ കുടിച്ചാൻ വേണ്ടിയിരിക്കുകയാണ്. ചായ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചായ കുടിക്കുന്നത് അല്ലേ.
ഇല്ലെങ്കിൽ വേറെ പലതും അല്ലേ കുടിക്കുന്നത്? ഒരു സാധനത്തിന്റെ സൂപ്പ് കഴിച്ച് ഓർക്കണം. ചായ കുടിക്കുന്ന ആദ്യമായിട്ടാ നമുക്ക് ചായ കുടിച്ച് ആണല്ലേ? ചായ ചേർസ് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ചേർസ് സഹീർബായുടെ മിസ് ചെയ്യുന്നു. സഹീർബായുടെ ഒരു അസാന്നിധ്യത്തിൽ ഞങ്ങൾ ചായ കുടിക്കുക. അപ്പൊ സിംഗപ്പൂർ വന്നിട്ട് നമുക്ക് നമ്മുടെ പൈലറ്റ് ബ്രോനെ കണ്ടില്ലെങ്കിൽ മോശമല്ലേ? പിന്നെ പുള്ളി ഇന്നലെ സിഡ്നിയിൽ നിന്ന് ഫ്ലൈ ചെയ്ത് വന്നതേ ഉള്ളൂ. അതിന്റെ ക്ഷീണത്തിലാണ്. ഇനി നാളെ സ്റ്റാൻഡ് ബൈ കഴിഞ്ഞ് മറ്റന്നാളെ എങ്ങോട്ടാ പോകുന്നത്? മറ്റന്നാൾ ലണ്ടൻ. എന്തല്ലേ ബഡലോക്ക്. അപ്പോ അല്ല, പുള്ളി KL to UK നടന്നു പോകുന്നു, ഞാൻ പ്ലെയിൻ എടുത്തു പോകുന്നു. ഇത്ര നമുക്കിതുവരെ ഫ്ലൈ ചെയ്തിട്ടില്ല നമ്മൾ ഒരുമിച്ച്. ഒരു ദിവസം നമുക്ക് പ്ലാൻ ചെയ്യാം. നമുക്ക് പ്ലാൻ ചെയ്യണം. പണ്ട് ഇവർക്ക് 380 ഉണ്ടായിരുന്നു US-ലേക്ക്. ഇപ്പോൾ 380 US-ലേക്ക് ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ പുള്ളി 350 ഓടിക്കാത്തതുകൊണ്ട് നമ്മൾ 380 മാത്രമേ ഓടിക്കുകയുള്ളൂ. 350 ഒന്നും ഓടിക്കുകയില്ല. ഞാനിപ്പോൾ പറയുന്നത് 4-5 കൊല്ലം കഴിയുമ്പോൾ അതൊക്കെ മാറും. 380 ഒക്കെ നിർത്തുമ്പോഴത്തേക്കും ഞങ്ങൾ അതൊക്കെ 350-ലേക്ക് മാറും. എന്തായാലും ഹാപ്പി ടു സീ യു. Happy to see you too, brother. Yes, nice to meet you and wish you a really successful journey all the way to UK. നമുക്ക് ലണ്ടനിൽ എത്തുമ്പോഴെങ്കിലും കാണണം കേട്ടോ. അത് പറ, നിങ്ങൾ എപ്പോഴാണ് ലണ്ടനിൽ? എനിക്കറിയത്തില്ല. അത് പറഞ്ഞാൽ ഞാൻ അനുസരിച്ച് വരാം. ലണ്ടനിൽ ഇപ്പൊ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് കണ്ടതുപോലെ തന്നെ എനിക്ക് ഇച്ചിരി നേരത്തെ പറയണം. ഒരു 1-2 മാസം മുമ്പ് പറയാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, തീർച്ചയായും. ഞാനപ്പോൾ യൂറോപ്പിലൊക്കെ കയറി കഴിഞ്ഞിട്ട് പറയാം. എന്തായാലും വിന്റർ കഴിയും. ഓ ഓക്കെ, വിന്റർ കഴിയും, ഡിസംബർ കഴിയും എന്നുള്ള ഉറപ്പാണ്. നല്ല തണുപ്പത്തെത്താം. അതെ, തണുപ്പത്തെത്താം. അപ്പോ നൈസ് മീറ്റിംഗ് യു അഗൈൻ. ഓക്കെ, ടേക്ക് കെയർ ബഡി. ഓക്കെ, യെസ്, ബൈ. നിങ്ങൾ ബൈ അല്ല, നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക്. അപ്പോ ഞങ്ങളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം. ഞാനും ടോണി ചേട്ടനും നെസ്റ്റേച്ചും ലോറ ലൂക്കാസും ലോറ എല്ലാവരും ഉണ്ട്. നമ്മളിപ്പോ എവിടെ പോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുന്നേ? സെന്തോസ ഐലൻഡില് ഒരാളുടെ വീട്ടിൽ പോവാണ് നമ്മള്. ഇത് സിംഗപ്പൂർ പോർട്ടാണ് കാണുന്നത്. സിംഗപ്പൂർ പോർട്ട് കാണാൻ നമുക്ക്. എന്ത് വലിയ പോർട്ടാണിത്. നമ്മളിപ്പോ സെന്റോസ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ധാരാളം കണ്ടെയ്നറുകളൊക്കെ ഇങ്ങനെ അടുക്കി ഇട്ടിരിക്കുന്നത് കാണാം. കുറെ കപ്പലുകളും കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ എല്ലാം കപ്പലിലും ബൈ റോഡും ഒക്കെ വരുന്നതാണല്ലോ എല്ലാ സംഭവങ്ങളും. എത്ര കണ്ടെയ്നറുകളാണ് നോക്ക്. ദൂരം കണ്ടെയ്നർ. ഇവിടെ മൊത്തം കണ്ടെയ്നറാണ്. എത്ര കപ്പലുകളായിരിക്കും ഒരു ദിവസം വരുന്നത്. അത് സെന്റോസ അല്ലേ? ഓ, അത് സെന്റോസ ആണ്. ഇത് വിവോസിറ്റി മോൾ അല്ലേ ഇത്? ചുമ്മാ വെറുതെ തള്ളല്ലേ. ഏഷ്യയുടെ ലാർജസ്റ്റ് ഷോപ്പിംഗ് മോളിൽ സിംഗപ്പൂരിനെക്കാട്ടി വലിപ്പമുണ്ട്. നിങ്ങൾ പോണത് സിംഗപ്പൂർ ആകെ പഠിച്ചിട്ട് കുന്തോ? അത് വല്ല ചൈനയിലും ആയിരിക്കും. നിങ്ങൾ ചൈനയിൽ പോയിട്ട് ഷോപ്പിംഗ് മോളൊക്കെ കാണാൻ. ഇത് ഭയങ്കര വലുതാട്ടോ. പക്ഷെ ഇവിടെ വന്നിട്ടുണ്ട്. ഗോൾഡൻ വില്ലേജ് എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തോ സംഭവം? ഇത് ഫ്ലാറ്റ് ആണോ? ഇത് നമ്മൾ ദൂരെ നിന്നൊക്കെ കാണുന്ന ആ സംഭവം അല്ലേ? അടിപൊളി. ഇത് പൊളിച്ച്. ഇത് ഫ്ലാറ്റാ? ഇത് എങ്ങനെയൊക്കെയാണ്? ഇത് എവിടൊക്കെയാണ് വീടുകള്? കൊള്ളാവേ. എന്തൊക്കെ പരിപാടികളാന്ന് നോക്കിയാൽ. ഏതൊക്കെ രീതിയിലൊക്കെയാണ് ഫ്ലാറ്റുകൾ അപ്പാർട്ട്മെന്റുകൾ ഒക്കെ പണിത് വെച്ചിരിക്കുന്നത് നോക്കി. എത്ര നില ഉണ്ടാവും അല്ലേ? അത് ശരി. ഇതിന്റെ താഴെയൊക്കെ ഫുൾ വാട്ടർ ബോഡി. പിന്നെ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഒക്കെ പോലെ വൻ സെറ്റപ്പാണ് മൊത്തം. നമ്മളിവിടെ സിംഗപ്പൂരിൽ ഒരു ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗദർ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ് പോകാറായി. ഞാൻ, ടോണി ചേട്ടൻ, പിന്നെ നമ്മുടെ രാജേഷ് ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ രഞ്ജു ചേട്ടനുണ്ട്, പിന്നെ ജിബു ചേട്ടനുണ്ട്. പിന്നെ ഇവരൊക്കെ ഭാര്യമാരും കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ അവിടെ അകത്ത് കിടന്ന് ഉറക്കം കഴിഞ്ഞു. നമ്മളിവിടെ കഴിഞ്ഞ് 2-3 മണിക്കൂറുകളായിട്ട് ഞങ്ങളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി വെച്ച് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഥകൾ പറഞ്ഞു, പിന്നെ സ്വയം തള്ളി മറിച്ചും ഇല്ലേ? എല്ലാവരും അങ്ങോട്ടും തള്ളി. ഇതേ ഒരു സിനിമാടൻ കൂടിയാണ് കേട്ടോ. ഇതേ ഒരു സിനിമാടനാണ്. 2-3 സിനിമകൾ അഭിനയിച്ചു. ധാരാളം സിനിമകൾ അഭിനയിക്കാൻ പോകുന്നു. പിന്നെ ഇവരൊക്കെ പാട്ടുകാരും ഡാൻസുകാരും ഒക്കെയാണ്. അവരുടെ ആ ഒരു പാട്ടും ഡാൻസും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ദിവസം കാണാം. നമ്മളിവിടെ ഇരുന്ന് കുറെ സംസാരിച്ചു, നല്ല ഭക്ഷണം കഴിച്ചു ഇല്ലേ? നല്ല ഭക്ഷണം കഴിച്ചു, എല്ലാം കണ്ടു. ഇപ്പൊ ഇദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ്. പിന്നെ 10-25 വർഷമായിട്ട് സിംഗപ്പൂരിൽ താമസിക്കുന്ന ഒരു മലയാളിയാണ്. പിന്നെ ഇദ്ദേഹം സ്വന്തമായിട്ടൊരു കപ്പൽ വാങ്ങാൻ പോകുന്ന വ്യക്തിയാണ്. പണ്ടൊരു കപ്പിത്തായിരുന്നു. ഇപ്പൊ കപ്പലില് ബിസിനസ് നടത്തുകയാണ്. ഇനിയിപ്പോ ഉടനെ ഒരു കപ്പൽ സ്വന്തമായിട്ട് വാങ്ങുന്നതാണ്. തിരിക്കുന്നതാണ്. നിങ്ങൾ വിചാരിച്ചാണോ ഇപ്പൊ ബിസിനസ് ചെയ്യുമെന്ന്? നമ്മൾ ചെറിയൊരു കപ്പൽ വാങ്ങുമായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ആദ്യത്തെ ട്രിപ്പിൽ തന്നെ സുജിത്തിനെ കൊണ്ട് വിളിച്ചുകൊണ്ട് തീർച്ചയായും.
ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഇതുവരെയുള്ള യാത്രകളും ഇനിയുള്ള യാത്രകളും സക്സസ്ഫുൾ ആവാൻ വേണ്ടിയുള്ള ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം സിംഗപ്പൂർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ടോണിക്ക് ഇത്രയും നേരം ക്യാമറ പിടിച്ചു തന്ന ടോണി ചാൻസ്. അപ്പോ സന്തോഷം. താങ്ക് യു സോ മച്ച്. നമുക്ക് നാളെ കാണാം. നാളെ നമ്മൾ ഇവിടെ നിന്ന് പോവാം.